നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നടന്ന 49/2026 എക്സാമിന്റെ ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും ആൻസർ കീ ആണ് നമുക്ക് നോക്കാം. നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് എക്സാം എഴുതിയവർ താഴെ കമന്റ് ചെയ്യുക. അല്ലാത്തവർക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് പറയാം. ഞാൻ ഇതിൽ ക്ലാസ്സിൽ 100% എനിക്ക് പറയാൻ കഴിയും. നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ മാത്രം, നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ പ്ലേലിസ്റ്റ് ഉണ്ട്, അത് മാത്രം കണ്ടവർക്ക് ഇന്ന് തീർച്ചയായിട്ടും 10ൽ 9 മാർക്ക്, 10ൽ 10 മാർക്കും വാങ്ങിക്കാം. ഞാൻ പറയുന്നത് ഒരു ഫുള്ളും പറഞ്ഞാൽ അത് ചിലപ്പോൾ നിങ്ങൾ താഴെ തന്നെ വന്ന് പൊങ്കാലിടും. അതുകൊണ്ട് 9 മാർക്ക് ഞാൻ പറയുന്നു, 10ൽ 9 മാർക്ക് സുഖമായിട്ട് നമുക്ക് എക്സാമിന് വാങ്ങിക്കാം. അതേപോലെ തന്നെയാണ് 10ൽ ഒരു 9 മാർക്ക് ഏതിലും വാങ്ങിക്കാം, മലയാളത്തിനും വാങ്ങിക്കാം. അതായത് അത്രയും എന്താണ് രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തിട്ട് നമ്മൾ ക്ലാസ്സിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തോടെ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ദ ചിൽഡ്രൻ ആർ പ്ലേയിങ്. ഇവിടെ ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ദ ചിൽഡ്രൻ ആർ പ്ലേയിങ്. അപ്പൊ ഏതാണ് ഓക്സിലറി വെർബ് എടുക്കണം. തന്നിട്ടുള്ള സെന്റൻസ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ് ആക്കണം. ആർ ഇൻറ്റ് ദേ ആവും അല്ലേ, ആർ ഇൻറ്റ് ദേ. Choose the correct passive form of the sentences given below. Passive voice ലേക്ക് മാറ്റണം. People will support us. People will support us. ഇവിടെ ഏതാണ് ആൻസർ വരിക? ഏതാണ്? They will be supported by the people. They will be supported by the people. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് പ്രൊവിഷണൽ ആൻസർ കീ നോക്കാം. അതിൽ എന്തെങ്കിലും കറക്ഷൻ വന്നിട്ടെങ്കിൽ നമ്മൾ ആൻസർ കീയുമായിട്ട് ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ സ്വയം തിരുത്തി പഠിക്കുക കേട്ടോ. ഇഫ് ഷീ ഹാഡ് ടേക്കൺ എ കാർ ഷീ ഡാഷ് ദി സ്റ്റേഷൻ ഇൻ ടൈം. ഏതാണ്? ഹാഡ് ടേക്കൺ അല്ലെ. ഹാഡ് കഴിഞ്ഞിട്ട് ഏത് വന്നിട്ടുണ്ട്? വെർബിന്റെ V3 രൂപം വന്നു കഴിഞ്ഞാൽ ഏതാണ് പറഞ്ഞിട്ടുണ്ട്? വുഡ് ഹാവ് റീച്ച്ഡ്. Choose the correct antonym of the word. റിജിഡിന്റെ ഓപ്പോസിറ്റ് നമ്മൾ പഠിച്ചതാണ്. റിജിഡിന്റെ ഓപ്പോസിറ്റ് ഫ്ലെക്സിബിൾ ആണ്. റിജിഡിന്റെ ഓപ്പോസിറ്റ് ഏതാണ്? ഫ്ലെക്സിബിൾ ആണ്. റിജിഡ് ഏതാണ്? ഫ്ലെക്സിബിൾ. അടുത്തത് choose the correct phrasal verb to complete these sentences. Phrasal verb ഏതാണ് വരിക? സെറ്റ് എസൈഡ് ആണ്. സെറ്റ് എസൈഡ് എന്ന് പറഞ്ഞാൽ സംരക്ഷിച്ചു വെക്കുക എന്നാണ് അർത്ഥം. സംരക്ഷിച്ച് വയ്ക്കുക. മൈ സിസ്റ്റർ ട്രൈസ് ടു സെറ്റ് എസൈഡ് സം മണി എവരി മന്ത്. എല്ലാ മാസവും എൻ്റെ സിസ്റ്റർ എന്ത് ചെയ്യും? പൈസ ശേഖരിച്ച് വെക്കും, സംരക്ഷിച്ച് വെക്കും. എല്ലാ മാസവും കുറച്ച് പണം മാറ്റിവെക്കാൻ ശ്രമിക്കുക അല്ലേ. നമ്മൾ പറയാറുണ്ട് അല്ലേ, നമ്മൾ കുട്ടികളോട് പറയാറുണ്ട് പൈസ എന്ത് ചെയ്യണം, സേവ് ചെയ്യണം പറയാറുണ്ട് അല്ലേ. എന്താ? എൻ്റെ സഹോദരി എല്ലാ മാസവും പൈസ എന്ത് ചെയ്യാറുണ്ട്? സേവ് ചെയ്ത് വെക്കാറുണ്ട്. സെറ്റ് എസൈഡ് സംരക്ഷിക്കുക അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കുക. ഓക്കെ. Choose the correct synonym of the word frivolous. എന്താണ് സിനോണിയം? ആൻസർ ഏതാണ്? സില്ലി ആണ് കേട്ടോ. എന്താണ്? സില്ലി ആണ്. അതായത് ഫ്രിവലസിന്റെ മീനിങ് വന്നിട്ട് അതായത് നിസാരമായ. എന്താണ് അർത്ഥം? നിസാരമായ, അതായത് സീരിയസ് അല്ലാത്ത. എന്താ? ഒരു സീരിയസ് അല്ലാത്ത എന്ന് പറയാൻ. അങ്ങനെ അതാണ് ഫ്രിവലസ്. അപ്പൊ എന്താ അതിന്റെ സിനോണിയം? സില്ലി അല്ലേ, സില്ലി. ഇനി അടുത്തത് the masculine gender of which. എന്താണ്? which എന്താണ്? വിസാർഡ് അല്ലേ, വിസാർഡ് ആണ്. വിച്ചിന്റെ മസ്കുലിൻ ജെൻഡർ ആണ്. മസ്കുലിനും ഫെമിനിൻ ജെൻഡറും ആണ് പഠിച്ചത്. ഇതിൽ വിച്ച് എന്താണ്? ഫീമെയിൽ മെജീഷ്യൻ ആണ് കേട്ടോ. ഫീമെയിൽ മെജീഷ്യനെ ആണ് വിച്ച്. വിസാർഡ് മെയിൽ മെജീഷ്യൻ ആണ് കേട്ടോ, മെയിൽ മെജീഷ്യൻ. അടുത്തത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. വൺ ടോക്കിംഗ് എ ലോട്ട്. വൺ ടോക്കിംഗ് എ ലോട്ട് ഏതാണ്? ബി ആണ് ആൻസർ. ലൊക്കേഷ്യസ്. എന്താ? വളരെ സംസാരിക്കുന്ന. അത് നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വർക്ക്ഔട്ട് ചെയ്തതാണ്. ലൊക്കേഷ്യസ് എന്താ? വളരെ സംസാരിക്കുന്ന എന്ന അർത്ഥത്തിലാണ്. വളരെ സംസാരിക്കുന്ന എന്ന അർത്ഥത്തിലാണ് ലൊക്കേഷ്യസ് എന്ന് പറയുന്നത്. ഓംനിഷ്യൻ എന്താ? ഓംനിഷ്യന്റ് എല്ലാം അറിയുന്ന, എല്ലാം അറിയുന്ന എന്നാണ് അർത്ഥം. ഒപ്റ്റിമിസ്റ്റ് എന്താ? പ്രത്യാശയുള്ള വ്യക്തി, പ്രത്യാശയുള്ള വ്യക്തി, പ്രത്യാശയുള്ള വ്യക്തിയാണ് ഒപ്റ്റിമിസ്റ്റ്. എന്താ? ഫിലാറ്റലിസ്റ്റ്
സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്നവരാണ് ഫിലാറ്റലിസ്റ്റ്. ചൂസ് ദി ക്യാരക്ടർ പ്രിപ്പോസിഷൻ ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. അത് നമുക്കത് പെട്ടെന്ന് കിട്ടുന്ന ആൻസർ ആണ് അല്ലെ. പ്രിപ്പോസിഷൻ നന്നായിട്ട് കിട്ടും. സെർച്ച്ഡ് ഫോർ അല്ലെ, എന്തിനു വേണ്ടിയിട്ട്? റിംഗ് എവരിവേർ അല്ലെ. എന്താണ്? റിംഗ് തരികയാണ് അല്ലെ. ഹി സെർച്ച്ഡ് എന്തിനു വേണ്ടിയിട്ട്? റിംഗിന് വേണ്ടിയിട്ട്. ഫോർ ദ റിംഗ് എവരിവേർ. ചൂസ് ദി ക്യാരക്ടർ ടെൻസ് form of the word given in brackets. ഇവിടെ സെന്റൻസ് തന്നിട്ട് അതിന്റെ കറക്റ്റ് വെർബ് ഫോം ആണ്. Our school team dash the cricket match last year. ഇവിടെ ലാസ്റ്റ് ഇയർ വന്നത് കൊണ്ട് തന്നെ അതിന്റെ കൂടെ ഒന്നും ചേർക്കാൻ പാടില്ല. സിമ്പിൾ പാസ്റ്റ് ടെൻസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ വൺ അല്ലേ. Our school team won the cricket match last year അല്ലെ. ലാസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ എന്താണ്? പാസ്റ്റ് ടെൻസ് ഇൻഡിക്കേറ്റർ ആണ് അല്ലെ. പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ആയിട്ടുള്ള സെന്റൻസ് വേണം. അതുകൊണ്ട് എഴുതേണ്ടത് വൺ. അതിന്റെ കൂടെ ഹാഡ് വൺ എന്നോ ഹാവ് വൺ എന്നോ ഒന്നും ചെയ്യാൻ പാടില്ല. വൺ മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഓക്കെ, ഇനി മലയാളത്തിലേക്ക് കടക്കാം. സ്വാധീനം എന്ന പദം പിരിച്ചെഴുതിയാൽ ഏതാണ്? സ്വ അധികം അധീനം സ്വാധീനം. തരുണൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗം തരുണിയാണ്. തരുണി, തരുണൻ. തത്തയുടെ പര്യായപദം അല്ലാത്തത് ഏതാണ്? ശാരികയാണ്. ഐഹികം എന്നതിന്റെ ഐഹികത്തിന്റെ വിപരീത പദം പാരത്രികമാണ്. പാരത്രികം. ഹർഷത്തോടു കൂടി ഒറ്റപ്പദം ഹർഷകം. ശരിയായ വാക്യം ഏതാണ്? ആൻസർ സി ആണ്. തമിഴ്നാട്ടിലെ ഭരതനാട്യത്തിന് സദൃശമായ കേരളത്തിന്റെ കലാരൂപമാണ് മോഹിനിയാട്ടം അല്ലെ. ഇവിടെ എന്താ തെറ്റുകൾ വന്നത്? ചില വാക്കുകൾക്ക് അർത്ഥപരിമാണം. പരിമാണം പറഞ്ഞാൽ മാറ്റമാണ് അല്ലെ. പരിമാണമല്ല, പരിണാമം പറഞ്ഞ എന്താ? അളവ് അല്ലെ. പരിണാമം കണ്ടോ, അതിൽ അർത്ഥം വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ ഏക, ഒറ്റ രണ്ടും റിപ്പീറ്റേഷൻ വന്നു. ഞാൻ വീണ്ടും ആവർത്തിച്ചു. വീണ്ടും അതെന്താ? ആവർത്തിക്കുക എന്ന് പറയുന്നത് ഒരേ വാക്ക് തന്നെയാണ്. പകിട 12 വീഴുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അത്യധികം പേടിക്കുക. ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ അനാസ്ഥയാണ് അല്ലെ. ഇവിടെ അനുഗ്രഹീതയല്ല, അനുഗ്രഹീത എന്നാണ്. ക്യാ വേണ്ട, കാന്ന് മാത്രം മതി. കുടുംബം. എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക കേട്ടോ. നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ എന്ത് ചെയ്യാം? പ്ലേലിസ്റ്റ് ഒക്കെ എടുത്തിട്ട് നോക്കുക. നമ്മുടെ ചാനലിൽ കയറിയിട്ട് SSCRT ഒക്കെ ഷോർട്ട് ഏരിയ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ട് ക്ലാസ്സുകൾ വരുന്നുണ്ട്. കമ്പനി ബോർഡ് LGSന് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് 2021 മുതൽ 26 വരെയുള്ള LGS ലെവലിലെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിലിംസും മെയിൻസും എടുത്ത് വർക്ക്ഔട്ട് ചെയ്യുന്ന സീരീസ് ഉണ്ട്. അതേപോലെ തന്നെ ഇംഗ്ലീഷിന്റെ 21 മുതൽ 26 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. മലയാളം ഇട്ടിട്ടുണ്ട്. SSCRT പരമാവധി ലെസൺസ് തീർത്തു വെച്ചിട്ടുണ്ട്. എല്ലാം പ്രയോജനപ്പെടുത്തുക.